ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ മലയാളികൾ പൊതുവെ ട്രാവലിംഗ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണല്ലേ. ബഡ്ജറ്റായിട്ട് നമുക്ക് പല ഫോറിൻ കൺട്രീസിൽ എങ്ങനെ പോയിട്ട് വരാം എന്നുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ ഈ കൺട്രീസിൽ പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് തായ്ലാൻഡ് ആയിരിക്കും. ആ ഒരു കൺട്രിയിൽ പോകുന്ന കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പിന്നെ എങ്ങനെ ഒരു പ്രോപ്പർ ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ വക കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പൊ നിങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോകണം. നമുക്ക് ഒരു പീക്ക് സീസൺ എന്ന് പറയുന്നത് നവംബർ ടു ഫെബ്രുവരി ആണ് പീക്ക് സീസൺ. അപ്പൊ ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും. ബേസിക്കലി ആ ഒരു തായ്ലാൻഡിന്റെ ഫുൾ വൈബ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു ചീപ്പസ്റ്റ് ടൈം ടു വിസിറ്റ് തായ്ലാൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി ബിറ്റ്വീൻ ജൂലൈ ടു ഒക്ടോബർ ആണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്ന ഒരു ജൂൺ ജൂലൈ ആ ഒരു മാസങ്ങളിൽ പോകുന്നതായിരിക്കും ഇത്തിരി കൂടെ ബെറ്റർ. ബിക്കോസ് ആ ഒരു ടൈമിൽ ഓഫ് സീസൺ അല്ലെങ്കിൽ മൺസൂൺസ് വരുന്ന ഒരു ടൈം പീരീഡ് ആണിത്. അപ്പൊ പൊതുവെ റഷ് കുറയും. പക്ഷെ എന്നാൽ ഒരുപാട് ഇന്ത്യൻ ടൂറിസ്റ്റ് വരുന്ന ഒരു ടൈമും ഈ ഒരു പീരീഡ് ആണ്. ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ തായ്ലാൻഡിൽ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ ടൈമിൽ പോകുന്നതിന്റെ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് കണക്കൊരു ചീപ്പസ്റ്റ് പീരീഡ് ആണ് നമുക്ക് പോയി വരാനായിട്ട്. എയർ ടിക്കറ്റ്സിന്റെ ഒക്കെ പ്രൈസസ് വളരെ കുറവായിരിക്കും. പിന്നെ അതിന് പുറമെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ആണെന്നുണ്ടെങ്കിൽ റെയിൻഫോൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എന്നാൽ വളരെ കോമണും അല്ല. ഇനി നിങ്ങൾ ജൂൺ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒക്കെ പോവുകയാണെങ്കിൽ മൺസൂൺ നല്ല ഫ്രീക്വന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേസമയം ജൂൺ ജൂലൈ ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സേഫർ ആണ്. പിന്നെ നിങ്ങൾക്ക് സണ്ണി ഡേയ്സും കാണും, ചിലപ്പോൾ റെയിനി ഡേയ്സും കാണും. ഇപ്പോൾ റെയിനി ഡേയ്സിൽ കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യും. പിന്നെ സണ്ണി ഡേയ്സിൽ ഈ ഐലൻഡ് ഹോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കൺവീനിയന്റ് ആയിരിക്കും. കാര്യം നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന മാസങ്ങളാണ് നമ്മുടെ ജൂൺ ആൻഡ് ജൂലൈ. ഇനി സപ്പോസ് നിങ്ങൾ പോകാൻ തീരുമാനിച്ചു, ഓക്കെ ഈ ഒരു ടൈം പീരീഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്? അപ്പോൾ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ അഗോഡ, എക്സിഗോ, മേക്ക് മൈ ട്രിപ്പ്, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കയറി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് ഞാൻ റീസെന്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കൈ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഗൂഗിളിൽ തന്നെയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ പോകുന്ന ഡേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡിലുള്ള എല്ലാ ഫ്ലൈറ്റ്സും കാണിക്കും. പിന്നെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് പല ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിൽ നിന്ന്, അതായത് നമ്മുടെ മേക്ക് മൈ ട്രിപ്പ്, ഈ ഓരോരോ ഫ്ലൈറ്റ് കമ്പനീസിന്റെ തന്നെ ബുക്കിംഗ് വെബ്സൈറ്റ്സ് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ കിവി, അതേപോലത്തെ പല ബുക്കിംഗ് സൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ഉള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഇത് കമ്പൈൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ സൈറ്റിൽ എത്രയാണ് അതിന്റെ പ്രൈസ് എന്നുള്ളത് വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് കാണിക്കും. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇതല്ലാതെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പൊ നിങ്ങൾ ഫ്ലൈറ്റ് സ്കാനർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇൻകോഗ്നേറ്റോ മോഡിൽ, അതായത് പ്രൈവറ്റ് മോഡിൽ ഇട്ടിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വളരെ കുറവാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ തായ്ലാൻഡിൽ എത്തിയിട്ട് തന്നെ പല സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുന്നു. അതായത് ഇപ്പൊ ഞങ്ങൾ ട്രാവൽ ചെയ്തതുപോലെ ബാങ്കോക്ക് ടു ഫുക്കറ്റ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് സ്കാനറിൽ കയറിയിട്ട് ഒരു 15 to 20 days ബിഫോർ യുവർ ട്രാവൽ, ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക പ്രൈസ്, ഈ ഒരു രണ്ട് പ്ലേസസ് തമ്മിലുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റിന്റെ ചാർജസ് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന്റെ ഒരു ചാർജസ് ഹൈലി വേരി ചെയ്യുന്നതാണ്. ചിലപ്പോൾ 24,000 ഒക്കെ വരെ ഉണ്ടായിരിക്കാം. എന്നാൽ അത് as low as 2,000 for two. ഓക്കെ, 2 പേർക്ക് 2,000 വരെ വേണമെങ്കിലും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഒരു ദിവസം തന്നെ ഹൈലി വേരിയേഷൻസ് കാണാം. നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന വിയറ്റ്ജെറ്റ് ആണ്, അതിനകപ്പാടെ 2,000 ആയിട്ടുണ്ടായിരുന്നുള്ളൂ 2 പേർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ അത് ഫ്രീക്വന്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക, നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ നിങ്ങളിപ്പോൾ തായ്ലാൻഡിൽ പോകാനായാലും എടുത്തു പിടിച്ച കണക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നിൽക്കേണ്ട. ഒരു 2-3 ദിവസം എടുത്ത് നിങ്ങൾ ആ ഒരു പ്രൈസ് റേഞ്ചസ് ഒക്കെ ഒന്ന് പഠിച്ച് ഓക്കെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് കിട്ടുമ്പോഴത്തേക്ക് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളപ്പോൾ പോകാൻ തീരുമാനിച്ചു, അതിനുള്ള ടിക്കറ്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ആപ്പ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റൈഡ് ആപ്സ് മാൻഡേറ്ററി ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ തായ്ലാൻഡിലുള്ളത്. നമ്മുടെ ക്രാബും ഉണ്ട്, പിന്നെ ബോൾട്ടും ഉണ്ട്. ഈ
രണ്ട് ആപ്പ് നമ്മുടെ ഈ ഓല ഊബർ പോലത്തെ ആപ്പുകളാണ്. പിന്നെ ഈ ഇതിൽ ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ബോൾട്ടിനാണ്. കാര്യം അതിന്റെ പ്രൈസസ് ആണ് ഞാൻ ഉപയോഗിച്ചതിൽ നിന്ന് ഇത്തിരി കൂടെ ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ ഈ ഗ്രാബ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിന് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്ന് യൂസ് ചെയ്യാൻ, മറ്റേ യൂസർ ഫ്രണ്ട്ലി അല്ല. ബോൾട്ട് നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്, പെട്ടെന്ന് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡ്രൈവറിൻ്റെ കൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല അവരുടെ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് അയച്ചു കൊടുക്കും. ഇനി സപ്പോസ് ഇനി നിങ്ങൾക്ക് സംസാരിച്ച അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിക്സ് ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ റൈഡ് ആപ്സ്. റൈഡ് ആപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൂക്ക് ആപ്പാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി തായ്ലാൻഡിൽ പോകുന്നത് എന്തിനാണ്? പല ആക്ടിവിറ്റീസ് ചെയ്യാൻ, പല ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പം നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ അവൈലബിൾ ആണെന്നുള്ളത് അറിയിക്കാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡ് എന്ന് ഞാനത് പറയാം, അത് നമ്മുടെ ക്ലൂക്ക് ആപ്പാണ്. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ അട്രാക്ഷൻസ് ആണുള്ളത്, എന്തൊക്കെ എക്സ്പീരിയൻസസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ അവിടെ പോകുന്നതിന് മുമ്പേ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ഐറ്റിനറി ഫൈനലൈസ് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് എവിടേക്കാണ് നടക്കുന്നത്, പിന്നെ അതിനൊക്കെ എത്രയാണ് പ്രൈസ് റേഞ്ചസ് വരുന്നത്, അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ക്ലൂക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത് അഗോഡയാണ്. അഗോഡയിൽ ഈ ഫ്ലൈറ്റ് ബുക്കിങ്ങും ഹോട്ടൽ ബുക്കിങ്ങും അല്ലാതെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആക്ടിവിറ്റീസ് ആണ്. അതും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലെയും പ്രൈസസ് ചെക്ക് ചെയ്തിട്ട് ഏതാണോ ഇത്തിരി കൂടെ എന്താ പറയുക കുറവായിട്ടുള്ള അത് നിങ്ങൾക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത് നമ്മുടെ ആക്ടിവിറ്റീസിന്റെ കാര്യം മാത്രമാണ്. ഇനി നിങ്ങളുടെ സ്റ്റേയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഹോട്ടൽസ് ബുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അഗോഡയാണ്. പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ ക്ലൂക്ക് വഴി വേണമെങ്കിലും ചിലപ്പോൾ എടുക്കാൻ പറ്റും. ഞാൻ ഇന്നുവരെ ക്ലൂക്ക് വഴി ട്രൈ ചെയ്തിട്ടില്ല. അഗോഡയാണ് മൈ ഗോ ടു ആപ്പ് വെൻ ഇറ്റ് കംസ് ടു ബുക്കിംഗ് ഹോട്ടൽസ്. അപ്പൊ അതിലും മോസ്റ്റ്ലി നമ്മുടെ പ്രൈസ് റേഞ്ചസ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് ഒരു 2000 to 3000 ആ റേഞ്ച്. അപ്പൊ അതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹോട്ടൽസ് തന്നെ അവിടെ കിട്ടും. പിന്നെ ഹോട്ടൽസ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഇൻ ടൈം എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു 12 o'clock അല്ലെങ്കിൽ 2 PM ആ ഒരു ടൈമിലായിരിക്കും ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക, എപ്പോഴാണ് നിങ്ങൾ ഹോട്ടലിലോട്ട് എത്തേണ്ടതെന്ന്. പിന്നെ വേറൊരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെക്ക് ഇൻ ടൈമിന്റെ ലിമിറ്റ് എത്രയാണെന്നാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ഹോട്ടൽസ് ചെക്ക് ഇൻ ടൈം ചിലപ്പോൾ 2 PM സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അതൊരു 7 PM അല്ലെങ്കിൽ 8 PM വരെ കാണത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഒരു 12 AM നിങ്ങൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ കാണത്തില്ല. അപ്പം 24 hours കസ്റ്റമർ ഡെസ്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഹോട്ടൽസ് അല്ലെങ്കിൽ റിസപ്ഷൻ ആക്റ്റീവ് ആയിട്ടുള്ള ഹോട്ടൽസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കൺവീനിയന്റ്. ഇനി നിങ്ങൾക്ക് ഈ റൈഡ്സ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിം വേണ്ടേ? നമ്മുടെ സാധാ സിം വെച്ചിട്ട് പറ്റത്തില്ല. വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് അത് ബുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു സിം എന്തായാലും ആവശ്യം വരും. അപ്പൊ ആ സിം എവിടെ നിന്ന് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കാണ് അവിടെ സിം കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനീസിന്റെ ചെറിയൊരു ഷോപ്പ് പോലെയൊക്കെ നമ്മുടെ എയർപോർട്ടിനകത്ത് തന്നെ കാണും. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ക്ലൂക്ക് വഴി നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് കളക്ട് ചെയ്യാം. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7-Eleven ഷോപ്സിൽ പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. 7-Eleven പറ്റി പറയാതെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല തായ്ലാൻഡിനെ പറ്റിയിട്ട്. 7-Eleven പറ്റിയിട്ട് ഈ ഡീറ്റെയിലിൽ ഇനി വരുന്ന വീഡിയോസിലോട്ട് സംസാരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലൂക്കിലോ കൗണ്ടേഴ്സിലോ കിട്ടുന്നതിനേക്കാളും ബെറ്റർ പ്ലാൻസ് 5G പ്ലാൻസ് നമുക്ക് ചില 7-Eleven ഷോപ്സിൽ കിട്ടാറുണ്ട്. അത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇനി താഴെ വരുന്ന വീഡിയോസിലോട്ട് ഷെയർ ചെയ്യാം. തായ്ലാൻഡിലോട്ട് ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഓൾറെഡി യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്ളോഗേഴ്സിന്റെ, ഒരുപാട് അവിടുത്തെ റെസിഡൻസിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡിറ്റിലും കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ ട്രാവൽ ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇൻ പേഴ്സൺ അവിടെ പോകുമ്പോഴത്തേക്ക് കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൂടെ ചേർത്തിട്ട് ഒരു എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഇൻഫർമേഷൻ എല്ലാം കൂടെ ജാം പാക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഈ ബാക്കി ചാനൽ കിട്ടുമ്പോഴത്തേക്കുള്ള കുറെ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ അതിന് പുറമെ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസും കൂടെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ ഒന്നുകൂടെ
ഒന്ന് സ്മൂത്ത് അല്ലെങ്കിൽ കൺവീനിയന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഫ്ലൈറ്റ് ആയാലും ഹോട്ടലായാലും ആക്ടിവിറ്റീസ് ആയാലും എങ്ങനെ ബുക്ക് ചെയ്യണം, റൈഡ് ഏതൊക്കെ ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി സംസാരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോവാൻ ഇപ്പം അതായത് 2025 വിസയുടെ ആവശ്യമില്ല. ആസ് ഓഫ് നൗ ഈ ഒരു സമയത്തില് ഇന്ത്യൻസിന് വിസ ഓൺ അറൈവലാണ്. വൺ ഓഫ് ദ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2025 അവർക്ക് വളരെ ടൂറിസത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ലൈക്ക് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളില്ലെന്നല്ല, അവിടെ ആളേ ഉള്ളൂ. പക്ഷേ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് നന്നായിട്ട് ടൂറിസ്റ്റ് കുറവുണ്ട് 2025. ബേസിക്കലി അവിടുത്തെ പ്രൈസ് റേറ്റ് ഒക്കെ കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലരും അവോയ്ഡ് ചെയ്യുന്നതാണ്. അത് ആക്ച്വലി നമുക്കൊരു രീതിയിൽ ഗുണമായിട്ട് വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോഴത്തേക്ക് വളരെ വലിയ സ്ക്രൂട്ടണി ഒന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു രാജ്യത്തിലോട്ട് കയറ്റി വിട്ടാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം പ്രസന്റ്ലി സാഹചര്യങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാകുന്നത്. അപ്പോൾ വിസ ഓൺ അറൈവല് ആണ്. പിന്നെ വിത്തിൻ മിനിറ്റ്സ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പ്രോസസ് ചെയ്ത് അവർ വിടുന്നതാണ്. അപ്പോൾ ഇത്തിരി എന്താ പറയാ, ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു വർഷം. പിന്നെ വേറൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 ബാത്ത് അത് പെർ പേഴ്സൺ ആണ്. അപ്പൊ ഇപ്പൊ രണ്ടുപേര് പോകണമെങ്കിൽ രണ്ടുപേരുടെ കയ്യിലും ഈ 10,000 വീതം കാണണം. അപ്പൊ ഇത് മാൻഡേറ്ററി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണെന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലഗേജ് ചെക്ക് ഇൻ ചെയ്യാൻ പോയ കൗണ്ടറിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഒക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടോ, കൺവേർഷൻ ഒക്കെ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്ന് അവർ ചോദിച്ചു. അപ്പൊ ഇത് ഔട്ട് ഓഫ് കൺസേൺ ആയിട്ടായിരുന്നു പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം നമ്മൾ അവിടെ ചെന്ന് എന്താ പറയാ, അവിടെ നമ്മൾ എത്തിയ ആ ഒരു ടൈമിൽ നമ്മളടുത്ത് ആരും അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. നമ്മളെ കുറെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 മാസത്തിന് മുൻപ്. അവരോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ്. നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർ അറിയുന്നത് അങ്ങനെ ക്യാഷ് കാണിക്കണം. പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്കും കൺവീനിയൻസിനും വേണ്ടിയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ക്യാഷ് കയ്യിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. കാര്യം പല സ്ഥലങ്ങളിൽ കാർഡ് എടുക്കുന്ന സ്ഥലങ്ങൾ കാണത്തില്ല. അപ്പൊ അവിടെ നിങ്ങൾ ക്യാഷ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾ ATM വഴി എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ കൺവേർഷൻ ചാർജസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആവശ്യമില്ലാതെ നിങ്ങൾ ഒരുപാട് ക്യാഷ് അൺനെസസറിലി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ നേരത്തെ തന്നെ കൺവേർഷൻ എല്ലാം ചെയ്ത് വെക്കുക. ഇനി കൺവേർഷൻ റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു 2.6, 2.7, 2.8 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കിടന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കും. 2.6 ആണ് എപ്പോഴും ആപ്പിലെല്ലാം കാണിക്കുന്നത്. നമ്മൾ കൺവേർഷന് പോകുമ്പോൾ 2.7 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പം ഞങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പോയ ഒരു ടൈമിൽ അക്ബർ ട്രാവൽസിൽ നിന്നായിരുന്നു കൺവേർഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഒരു എത്ര പറയാ, ഒരു 27,000 ഒക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. 27,400 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺവേർഷൻ ചാർജസ് നിങ്ങൾ ഇതേപോലെ നേരത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ കൺവേർഷൻ ചാർജസ് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. എപ്പോഴാണോ കുറവ് അപ്പോഴും പോയി അങ്ങ് മാറ്റി വയ്ക്കുക. അത്രേ ഉള്ളൂ, കയ്യിൽ വെച്ചേക്കുക. പിന്നെ വേറൊരു കാര്യം ഇത് ആയിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിനോമിനേഷൻസ്, അതായത് 1000-ന്റെ നോട്ടെല്ലാം കയ്യിൽ വെക്കുന്നതിന് വരെ 100-ന്റെയും 500-ന്റെയും ഒക്കെ നോട്ട് കിട്ടുകയാണെങ്കിൽ അതെടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കിട്ടാൻ പാടാണ്, കിട്ടിക്കഴിഞ്ഞാൽ മേടിച്ചോളണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ അധികം ചേഞ്ച് ഒന്നും കാണാൻ വഴിയില്ല. അപ്പോഴത്തേക്കും നിങ്ങളെ ക്യാബ് ഡ്രൈവർ ചിലപ്പം നിങ്ങളെ പറ്റിക്കാനെന്ന് തന്നെ പറയണ്ട. കാര്യം അവിടുത്തെ ആൾക്കാർ വളരെ നല്ല മനുഷ്യരാണ്. പക്ഷെ ആസ് ഓൾവേസ് എല്ലായിടത്തും കുറച്ച് ബാഡ് ആപ്പിൾസ് കാണും അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ബാഡ് ആപ്പിളിൻ്റെ കയ്യിൽ നിങ്ങൾ പെട്ടുപോവുകയോ അല്ലെങ്കിൽ ഇനി സപ്പോസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി നിങ്ങൾക്ക് തരാനൊരു ചേഞ്ച് ബാക്കിയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഡിനോമിനേഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ട്രാൻസാക്ഷൻസ് നടക്കും. അപ്പം അതാണ് വേറൊരു മെറിറ്റ് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ക്യാഷ് കൺവേർട്ട് ചെയ്തത്. ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ ഡെബിറ്റ് കാർഡിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ആൾക്കാരുടെ ഡെബിറ്റ് കാർഡ് ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഓഫാണ്. അപ്പം അത് ഓൺ ചെയ്തിടാൻ നിങ്ങൾ മറക്കരുത്. പോണിന് 2 ദിവസം മുൻപെങ്കിലും നിങ്ങൾ അത് ഓൺ ചെയ്തിട്ടേക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് ഓൺ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഓൺ ആയിട്ട് വരാൻ ഇച്ചിരി ടൈം പിടിക്കും. ചില ബാങ്കുകളിൽ ഒരു 24 hours ഡിലേ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരത്തെ ഓൺ ചെയ്തിട്ടിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ഈ ഫൈനാൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ. പിന്നെ ഇതല്ലാതെ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതായിട്ടുള്ളത് ഒരു അറൈവൽ ഫോം ഉണ്ട്. ഫോം ഫില്ല് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു
ഡോക്യുമെന്റ് ആണ് ഇത്. നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കുക. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കൺവീനിയന്റ് ആയിരിക്കും അത് എടുക്കാൻ. ഇത് മാത്രമല്ല പല ആപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ. ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് മിക്കവാറും സ്വന്തമായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ കയ്യിൽ വെച്ചിരിക്കണം. ഈ ഫോമിൽ അറ്റാച്ച് ചെയ്യാനാണ്. ഇത്രയേ ഉള്ളൂ അതിനെ പറ്റിയിട്ട് പറയാനുള്ള, ഈ അറൈവൽ ഫോമിനെ പറ്റിയിട്ട്. പിന്നെ ഇത്തിരി മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതും അഗെയിൻ ഒരു ആപ്പ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതാണ്. ഇതും മസ്റ്റായിട്ട് ചെയ്യണം. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നതിന് ഒരു 3 ദിവസം മുൻപാണ് ഇതിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അഗെയിൻ ഇതിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഇതും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ബേസിക്കലി നിങ്ങൾ എന്നാണ് എത്തുന്നത്, ഏതാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ, ബേസിക്കലി നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണിത്. അപ്പൊ ഇത് അഗെയിൻ നിങ്ങളുടെ ആ ഒരു ഇമിഗ്രേഷൻ വളരെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഉള്ളത് അവിടെ. ഓക്കെ, ഇതൊക്കെയാണ് മാൻഡറ്ററി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തെ. ഇനി നിങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വെബ് ചെക്കിൻ ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി നിങ്ങളുടെ ഇമെയിലോട്ട് വന്നോളൂ. ഈ ഇമെയിൽ വഴി അല്ലെങ്കിൽ വെബ് വഴി നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു എയർലൈൻ കമ്പനി ഉണ്ടല്ലോ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിന്റെ, ആ ഒരു കമ്പനിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നിങ്ങളുടെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. സോ കഴിവതും നേരത്തെ നിങ്ങൾ എയർപോർട്ടിൽ എത്താൻ ശ്രമിക്കണം. നിങ്ങൾക്ക് പോവേണ്ടതിന്റെ ഒരു എന്താ പറയാ ഒരു 3 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ എത്താൻ ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് എപ്പോഴാണ് ഓരോ ബന്ധവും കാര്യങ്ങളും വരുന്നത്, എന്തെങ്കിലും ട്രാഫിക് ജാമോ എന്തെങ്കിലും ബ്ലോക്കോ കുരുക്കോ എന്തെങ്കിലും വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രിപ്പ് മുടങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഏർലി നിങ്ങൾ എയർപോർട്ടിൽ എത്താൻ നോക്കുക. അഗെയിൻ മിനിമം നിങ്ങൾ ഒരു ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുൻപ് എത്തുക നോക്കുക. വൺസ് ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫ്ലൈറ്റ് നിങ്ങൾക്ക് മിസ്സാവും. അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ആ ഒരു കാര്യങ്ങൾ നോക്കുന്നത്. അത് ഈവൻ നമ്മുടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അവർക്ക് ഒരു സെക്യൂരിറ്റി ചെക്ക് എല്ലാം എല്ലാവർക്കും ചെയ്യണ്ടേ. അപ്പൊ അതിനുള്ള ഒരു ടൈം പീരീഡ് എല്ലാം വേണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളും അതിനനുസരിച്ച് ആലോചിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി പാക്കിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പാക്കിങ്ങിനെ പറ്റിയിട്ട് അഗൈൻ ഞാൻ പറയാണ്. കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കേ അറിയാവുള്ളൂ. അപ്പം ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കോ പേപ്പറോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അപ്പൊ ഓർമ്മ വരുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതിയിടുക. കാര്യം ലാസ്റ്റ് ഡേ ആണ്. അഗൈൻ നിങ്ങൾ താമസിക്കാൻ പാടില്ല. അപ്പൊ വേണ്ട കാര്യങ്ങളെല്ലാം അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന ഭാഗത്തിന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ദിവസം അധികം ഡിലേയോ ടെൻഷനോ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. പിന്നെ സാധാരണ വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ട്രാവൽ ഇൻഷുറൻസ്, ഇത് നേരത്തെ പറഞ്ഞില്ല. ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നിങ്ങൾ കയ്യിൽ കരുതി വെച്ചേക്കണം. കാര്യം ഇത് മാൻഡറ്ററി ആണ്. എന്തായാലും ഇന്റർനാഷണൽ ട്രാവലിന് പോകുമ്പോഴത്തേക്ക് ഇത് അവിടെ ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന അക്ബർ ട്രാവൽസ് വഴിയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വഴി എടുക്കാം. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വഴി എടുക്കാം. അപ്പം അഗൈൻ വിത്ത് റെസ്പെക്ട് ടു ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല. അവര് മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ തരാതിരിക്കാൻ പറ്റുമെന്നായിരിക്കും ആലോചിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനീസ് ആണ്, ഞാൻ അക്ബർ ട്രാവൽസിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇൻഷുറൻസ് കമ്പനീസിന്റെ പൊതുവേ ഉള്ള ഒരു ശീലമാണ്. പക്ഷെ എന്നാലും ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു ബാഗ് മിസ്പ്ലേസ് ആയി പോയാൽ പോലും നമുക്കൊന്ന് ക്ലെയിം ചെയ്ത് നോക്കാമല്ലോ. കിട്ടിയാ കിട്ടി. പിന്നെ ഇതിനൊന്നും അധികം കോസ്റ്റും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ പോകുന്നത് ഒരു വളരെ ചെറിയ ഫ്രാക്ഷൻ അല്ലേ ഇൻഷുറൻസ്. അപ്പൊ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്. സോ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനും അധികം ചെലവൊന്നുമില്ല. ഒരു 1500 to 2000 rupees ഇതിന്റെ അകത്തെങ്ങാണ്ട് ഇതിന്റെ ഒരു ചിലവാകത്തുള്ളൂ. ഇനി ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 year വാലിഡിറ്റി കിട്ടും. ഇത് നമ്മുടെ പരിവാഹൻ വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ ലിങ്കും ഞാൻ താഴെ ഇട്ടേക്കാം. അതുവഴി നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അധികം ഡിലേ ഒന്നും കാണത്തില്ല. വിത്തിൻ 1 month ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള പല കൺട്രീസ് ലൈക്ക് തായ്ലാൻഡ്, വിയറ്റ്നാം, പിന്നെ നമ്മുടെ ബാലി, അങ്ങനത്തെ ഇന്തോനേഷ്യ, അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അത് നിങ്ങൾ എടുത്ത് വെക്കുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ട്രാവൽ ഇൻഷുറൻസ് ആയി, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആയി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കാൻ നോക്കുക. മാക്സിമം ഇപ്പം 2 പേരൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. ചിലത് പേഴ്സിൽ വെക്കുക, ചിലത് വാളറ്റിൽ വെക്കുക, ചിലത് വേറെ പൗച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ
വെക്കുക. ബേസിക്കലി ഡിവൈഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് സെപ്പറേറ്റ് ഒരു ചെറിയ പൗച്ചോ അല്ലെങ്കിൽ പോക്കറ്റോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിരുന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നേരത്തെ പറഞ്ഞത് കണക്ക് ഇനി ഡെബിറ്റ് കാർഡ് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഓൺ ചെയ്തിടാൻ മറക്കരുത്. ഓക്കെ. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മെഡിസിൻസ് ക്യാരി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബേസിക്കലി നമ്മുടെ ഇപ്പം ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇനി അതിനുള്ള മെഡിക്കേഷൻസ് നിങ്ങൾ ക്യാരി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഹോട്ട് ബാഗ്സ് പോലത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഇപ്പം ഒരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ ലെഗ് പെയിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇവർ ഈ സെക്യൂരിറ്റി ചെക്കിന്റെ ടൈമിൽ പ്രിസ്ക്രിപ്ഷൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൂടെ എടുത്ത് കയ്യിൽ വെച്ചേക്കുക. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അറൈവൽ ഫോമും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. പിന്നെ ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യാൻ മറക്കരുത്. അത് പോകുന്നതിന് ഒരു 3 ദിവസം മുൻപെങ്കിലും ഫില്ല് ചെയ്യണം. പിന്നെ പവർ ബാങ്ക്, ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. പല സാഹചര്യങ്ങളിലും നമുക്കിത് എന്താ പറയാ, മൊബൈലിലെ ബാറ്ററി ഒക്കെ ഡ്രെയിൻ ആയി പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ സേവ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പവർ ബാങ്ക്. അത് ഡെഫിനറ്റ്ലി ക്യാരി ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ വളരെ റെലവെന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിക് കമോഡിറ്റീസ് ആണ് കവർ ചെയ്യുന്നത്. ഇപ്പൊ ബേസിക് കമോഡിറ്റീസിൽ അഗെയിൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ എഴുതി വെക്കുക. പിന്നെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കോമൺ ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കുക. ഇപ്പോൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ സോപ്പ്, ചീപ്പ്, കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെക്സ്, പിന്നെ സ്പെക്സ് ഉപയോഗിക്കാതെ ലെൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലെൻസ് എടുത്ത് വയ്ക്കാൻ മറക്കരുത്. പിന്നെ അഗെയിൻ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വെബ് ചെക്ക് ഇൻ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇമെയിലിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ആപ്പ് മുഖാന്തരം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺസ്ക്രീൻ ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ എല്ലാം വളരെ ഹൈ ആണ്. പ്രത്യേകിച്ച് ഒരു 12 o'clock തൊട്ട് ഒരു 2:33 വരെ. അപ്പോഴത്തേക്ക് കരിയണ്ട എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ എടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഐലൻഡ് ടൂറിന് എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് കിട്ടാൻ ചാൻസ് കുറവല്ലേ. അപ്പം നല്ല ക്ലിയർ ബ്ലൂ സ്കൈസ് ആണ്, ക്ലൗഡ് പോലും കവർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് ചൂട് കൊള്ളാനും വെയിൽ കൊള്ളാനും സാധ്യതയുണ്ട്. പിന്നെ സൺ ഗ്ലാസസ് അഗെയിൻ നല്ല കിടിലം ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് സൺ ഗ്ലാസസ് മസ്റ്റ് ആണ്. നല്ല നോക്കി നേരത്തെ മേടിച്ച് വെക്കുക. സ്വിം വെയർ ഡെഫിനറ്റ്ലി ബീച്ചിൽ പോകുമ്പോഴത്തേക്ക് നല്ല പിക്ചേഴ്സ് എല്ലാം എടുക്കാൻ സ്വിം വെയർ മേടിച്ച് വെക്കുക. പിന്നെ നിങ്ങൾ സ്നോർക്ലിംഗ്, ഡൈവിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ടവലും പിന്നെ ചാർജറുകൾ എടുക്കാൻ മറക്കരുത്. ചാർജർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈലിന്റെ ആവാം, വാച്ചിന്റെ ആവാം, അതേപോലെ ഇനി ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ലാപ്ടോപ്പ് അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കുക. അവിടെ നമ്മുടെ 7-Eleven ഷോപ്സിൽ ഇത് വൈഡ്ലി അവൈലബിൾ ആണ്. ഇനി അഥവാ നിങ്ങൾ മറന്നുപോയാൽ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഡെബിറ്റ് കാർഡ് എടുക്കുക. പിന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഓൺ ആക്കി ഇടുക. വാളറ്റ്, പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ബുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐറ്റിനറി എല്ലാം ഒരു ബുക്കിലോ എന്തെങ്കിലും സ്റ്റോറേജിലോ എന്തെങ്കിലും ഡിവൈസിലോ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെച്ചേക്കുക. പിന്നെ ഈ ഒരു ഐറ്റിനറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ചെറിയൊരു മാപ്പൊക്കെ ഉണ്ടാക്കി വരച്ചു വെച്ചിട്ട് നിങ്ങൾ പോകുന്ന ഡയറക്ഷൻസും പ്ലേസസും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കൺവീനിയന്റ് ആയിരിക്കും. ബേസിക്കലി നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഓരോ സ്ഥലത്തോട്ട് പോകുന്നത്, എത്ര ടൈം പിടിക്കും ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തോട്ട് പോകാൻ. ഒരു മെന്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ഡേയ്സിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഏതൊക്കെ ഹോട്ടലിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ പ്ലേസിൽ നിന്ന് ഓരോ പ്ലേസിലോട്ട് പോകുന്നതിന്റെ ഡിസ്റ്റൻസ്, ഓരോ ആക്ടിവിറ്റീസിലോട്ട് പോകുന്ന ഡിസ്റ്റൻസ്, തിരിച്ച് വരുന്ന രീതി എങ്ങനെയാണ്, നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തുനിന്ന് ബസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ അതിന്റെ ഒരു ഫെയർ, ഒരു റഫായിട്ട് നിങ്ങൾ ഇതെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് കുറെ ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഡ്രസ്സസ് ഡെഫിനറ്റ്ലി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള നല്ല കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുത്ത് വെക്കുക. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ഹോളിഡേ വൈബൊക്കെ വരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക. പിന്നെ ഡ്രസ്സ് നന്നായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വെയിറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലൈറ്റ് വെയിറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും കൺവീനിയൻസ്. കാര്യം ഇപ്പം നമ്മൾ ഹോട്ടലിൽ ചെല്ലുന്ന ദിവസം ചിലപ്പോൾ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈമിനായിരിക്കത്തില്ല നമ്മളെത്തുന്നത്. അപ്പോൾ ആദ്യം ചിലപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി ക്ലോക്ക് റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാ പ്ലേസസിലും ക്ലോക്ക് റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. സപ്പോസ് ഇൻ കേസ് അതൊരു അവിടെ വെക്കാനൊക്കെ ഒരു ഇച്ചിരി
ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി എന്താ പറയാ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി വെയിറ്റിന്റെ കാര്യം വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്ക് വെയിറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഹാൻഡ് ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 kilos to 10 kilos, ഐ തിങ്ക് അറൌണ്ട് 7 ആണ് ആവറേജ്. പിന്നെ ഇനി സപ്പോസ് ഇഫ് യു ആർ ട്രാവലിംഗ് അത് ബേസിക്കലി നിങ്ങളുടെ എയർക്രാഫ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങളുടെ ലഗേജ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ആവറേജ് വരുന്ന ഒരു 7 kilos to 20 kilos ഐ എം നോട്ട് മിസ്റ്റേക്കൺ. അത് അഗൈൻ ഇറ്റ് വേരീസ് ഫ്രം യുവർ എയർക്രാഫ്റ്റ് ടു എയർക്രാഫ്റ്റ്. ഇപ്പം നിങ്ങളുടെ വെബ് ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ ഈ വക ഡീറ്റെയിൽസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതൊന്ന് വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ലഗേജും പാക്ക് ചെയ്യുക. ഇനി സപ്പോസ് ഇൻ കേസ് നിങ്ങളുടെ ലഗേജ് ഇച്ചിരി ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി ടു മച്ച്. ഇപ്പൊ രണ്ടുപേര് ചേർന്ന് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ബാഗിൽ വെയിറ്റ് കുറവാണെങ്കിൽ അതിലോട്ട് കുറച്ച് ഐറ്റംസ് എടുത്ത് വെക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി സപ്പോസ് അതും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തൂടെ ഇടുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി ട്രാഷ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് ഒരു പൊടിക്കൊക്കെ ഇത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങളാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഈ വാട്ടർ ബോട്ടിലൊക്കെ സാധാരണ ഹാൻഡ് ബാഗിലൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കാറില്ല. ഇനി നിങ്ങൾക്ക് അത് മസ്റ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ് ഇൻ യുവർ ലഗേജ്. യൂഷ്വലി നമ്മുടെ ലഗേജ് ബാഗ്സ് അത്രയ്ക്ക് സ്ക്രൂട്ടണി ചെയ്യാറില്ല. അത് ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊക്കോളും, വലിയ ടെൻഷൻ ഇല്ല. അതേസമയം നമ്മുടെ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് പൊതുവെ ലഗേജിൽ വെക്കുന്ന എൻകറേജ്ഡ് അല്ല. അഗൈൻ സ്ക്രൂട്ടണി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുവരെ അങ്ങനെ വെക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷെ പൊതുവെ അവർ പറയുന്ന ലാപ്ടോപ്സ് എല്ലാം ഹാൻഡ് ബാഗ്സിൽ വെക്കാനാണ്. ഇനി ഹാൻഡ് ബാഗിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. പിന്നെ ചില എയർക്രാഫ്റ്റിൽ പവർ ബാങ്ക്സ്, നേരത്തെ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പവർ ബാങ്ക്സ് അലൗഡ് അല്ല. അപ്പൊ ആ എയർക്രാഫ്റ്റിന്റെ വെബ് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ സ്പ്രേ പൗഡേഴ്സ് ഇതൊക്കെ യൂഷ്വലി നമ്മുടെ ലഗേജ് ബാഗ്സിൽ അഗൈൻ വെക്കാം. പിന്നെ ചില എയർക്രാഫ്റ്റിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഒരു 100 ml ഫ്ലൂയിഡ് ഒക്കെ നമുക്ക് ക്യാരി ചെയ്യാക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഹെയർ ഓയിലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുപ്പിയിൽ കൊണ്ടുപോകുന്നതിന് വരെ ഒരു 100 ml ആയിട്ടുള്ള ചെറിയ ബോട്ടിൽസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വിഷയമാവാറില്ല. അങ്ങനെയാണ് പൊതുവെ ഈ ട്രാവൽ ഗൈഡ്സ് ഒക്കെ പറയുന്നത്. പിന്നെ വേറെന്താ, എയർപോർട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട്സ് അഗൈൻ മറക്കാൻ പാടില്ല. പാസ്പോർട്ട് അഗൈൻ നിങ്ങൾ ഡെഫിനറ്റ്ലി മറക്കത്തില്ല. പക്ഷെ അത് വളരെ കെയർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നമ്മൾ ഹോട്ടൽസിലൊക്കെ കളഞ്ഞിട്ട് പോവേണ്ട സാധനമല്ല. ഈവൻ ലോക്കേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. യു ക്യാൻ സേഫ്ലി ലീവ് ഇറ്റ് ദെയർ. പിന്നെ ഒരു കാരണവശാലും പാസ്പോർട്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല അവിടെ. ചില സമയത്ത് നിങ്ങൾ ഈ സ്കൂട്ടർ റെന്റിലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഈ ഒന്നിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഓൾവേസ് പ്രിഫർ ടു ഡെപ്പോസിറ്റ് ക്യാഷ്. ബിക്കോസ് നിങ്ങളെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. സ്കാംസിനെ പറ്റിയൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിലോട്ട് അധികം കിടക്കുന്നില്ല. എനിവേസ് പാസ്പോർട്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ക്യാമറാസ് എടുക്കുക. നല്ല DSLR ക്യാമറാസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള മൊബൈൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ചാർജ് ചെയ്ത് എപ്പോഴും ഫുൾ ചാർജ്ഡ് ആയിട്ടൊക്കെ വെച്ചിട്ട് പോകാൻ നോക്കുക ഇപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും. കാര്യം ബേസിക്കലി നമ്മൾ പോകുന്നത് നല്ല കിടിലം ഫോട്ടോസ് എടുക്കാനും അതിന്റെ എക്സ്പീരിയൻസ് ഓർത്തായി വരക്കാനും ഒക്കെ അല്ലേ. അപ്പം നല്ല ക്വാളിറ്റി ക്യാമറാസ് ഒക്കെ എടുത്തു വയ്ക്കാൻ മറക്കരുത്. പിന്നെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവസാനത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ വാട്ടർ പ്രൂഫ് ബാഗ്സ്. ഈ ബാഗ്സ് റെലവന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സിറ്റി മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നു, അല്ലെങ്കിൽ മോണുമെന്റ്സ്, അല്ലെങ്കിൽ ബാങ്കോക്ക്, പട്ടായ, അവിടുത്തെ ബീച്ചസ് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റെലവന്റ് അല്ല. ഒരു പരിധി വരെ നിങ്ങൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഫുക്കറ്റിൽ നിന്ന് വേറെ ഐലൻഡ്സിലോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ പട്ടായയിൽ നിന്ന് നിങ്ങൾ കോറൽ ഐലൻഡ്സിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെച്ചിരിക്കുന്ന ഒരു പരിധി വരെ നല്ലതായിരിക്കും. ബിക്കോസ് വൺ ഓഫ് ദ റീസൺസ് ഈസ് ദാറ്റ് അവർ പാസ്പോർട്ട്സ് ആർ നോട്ട് വാട്ടർ പ്രൂഫ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അത് അല്ലാതെ ഇലക്ട്രോണിക് ഡിവൈസസ് ഇതൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗ്സ് നിങ്ങൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഇത് ഇറ്റ് മിനിമൈസസ് ദ റിസ്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നന്നായിട്ട് കുറയ്ക്കും. സോ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗ്സ് കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ടുള്ളത്, പോകുമ്പോഴത്തേക്ക് എടുക്കാനുള്ളത്. ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെ ബുക്ക് ചെയ്യണം, ഏത് ടൈമിന് പോകണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം എന്നുള്ളതാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയ സമയത്തുള്ള ഓരോ ദിവസത്തെയും എക്സ്പീരിയൻസസ്, ഐറ്റിനറി എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോ എക്സ്പെൻസസ് എവറി ഡേ കഴിയുന്ന ആ ഒരു ടൈമിൽ ടോട്ടൽ എമൗണ്ട് എല്ലാം ടാലി ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇപ്പൊ ബേസിക്കലി എന്താ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഇതേപോലെ പോകുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അതുകൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ സീരീസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഏതൊക്കെയാണ് പോവേണ്ട സ്ഥലങ്ങൾ, അവിടുത്തെ റേറ്റുകൾ എത്രയാണ്, ഒരു ദിവസം തള്ളി നീക്കാൻ ചിലവ് എത്രയാവും. അപ്പൊ ഈ ഒരു ഐഡിയാസ് കൂടെ കിട്ടും. പിന്നെ അതേപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് പല സ്കാംസ് ട്രിക്സ് ഒക്കെ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിലോട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ഇടുക. അപ്പൊ നിങ്ങൾ കമന്റ്സ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ സീരീസ് ഉണ്ടാകും. ഇനി അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കമന്റ്സ് ഇട്ടോളൂ. പിന്നെ ഫ്യൂച്ചറിലാണ് നിങ്ങൾ കാണുന്നതിന്, ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിലും കമന്റ്സ് ഇട്ടോളൂ. അത് വായിച്ചിട്ട് എന്നെ റെസ്പോണ്ട് ചെയ്യാം റൈറ്റിംഗ് വഴി തന്നെ. സോ സപ്പോസ് ഇപ്പം അടുത്ത വീഡിയോ വരുന്നതിന് മുൻപാണ് നിങ്ങൾ എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ സജഷൻസോ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടാൻ പറ്റും. ഓക്കെ, സോ എല്ലാം പറഞ്ഞതുപോലെ ഇനി നന്നായിട്ട് സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം ട്രാവലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ശ്രദ്ധിച്ചെല്ലാം ചെയ്യുക. അഗൈൻ സ്റ്റേ സേഫ്. സോ ഗുഡ് ബൈ.